വെൽക്കം എവരി വൺ, വെൽക്കം ബാക്ക്. സോ ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പോസിറ്റീവ്, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയൊക്കെ എന്ത് ഡിസ്കസ് ചെയ്തു? നമ്മൾ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു അല്ലേ? ഈവൻ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈവൻ ഇൻറ്റു ഈവൻ ഈസ് ഈവൻ അല്ലേ? ഓഡ് ഇൻറ്റു ഈവൻ കിട്ടും. ഓഡ് ഇൻറ്റു ഓഡ് കിട്ടും. അതുപോലെ നമ്മൾ സബ്ട്രാക്ഷൻ, അഡീഷൻ, ഇപ്പോൾ 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ? ഈവനെ കിട്ടുകയുള്ളൂ. 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ അപ്പോഴും നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ? ഈവനെ കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 6, A and B are odd numbers. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. So statement 1, P plus Q is always even. P by Q is P divided by Q is always odd. So, നമുക്ക് ഇവിടെ A and B ക്ക് പകരം P and Q എന്ന് കൊടുക്കാം. P and Q are odd numbers. P plus Q is always even. P by Q is always odd എന്ന് കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെറിയൊരു മാറ്റം കൊടുക്കാം അല്ലേ? എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? P എന്ന് കൊടുക്കാം. ബിക്ക് പകരം Q എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. P and Q are odd numbers. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഒരു കണ്ടീഷൻ ഉണ്ട്, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. രണ്ടാമത്തത് only statement 1 is correct. മൂന്നാമത്തത് only statement 2 is correct. നാലാമത്തത് neither 1 nor 2 is correct അല്ലേ? സോ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് തെറ്റെന്ന്. സോ P and Q are odd numbers അല്ലേ? P plus Q is always even. 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഓഡേ കിട്ടുകയുള്ളൂ എന്ന് നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. സോ P plus Q എന്ത് തന്നെയായിരിക്കും? ഓഡായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണല്ലേ? P plus Q is always even. 2 ആഡ് ചെയ്യുമ്പോൾ ഈവൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ 3 plus 5 ചെയ്യുന്നു. എനിക്ക് എന്ത് കിട്ടി? 8 കിട്ടിയല്ലേ? ആൻസർ ഈസ് 8. സോ ഇറ്റ് ഈസ് ട്രൂ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഓൾവേസ് ഈവൻ. യെസ്, ഇറ്റ് ഈസ് ഓൾവേസ് ട്രൂ. 2 ഓഡ് ആഡ് ചെയ്താൽ ഈവനെ കിട്ടൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, P by Q ഈസ് ഓൾവേസ് ഓഡ്. റോങ്. 2 ഓഡ് ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഓഡ് കിട്ടണോ? നമുക്കൊന്ന് എടുത്തു നോക്കില്ല. 15 divided by 9 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത അതേ നമ്പർ തന്നെ എടുക്കാം. 15 by 9 ചെയ്യുന്നു. 3 വെച്ച് നമുക്ക് കളയാം. 3 5s are 15 and 3 3s are 9. എനിക്കിതിനെ ഫർദർ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? എനിക്ക് എപ്പോഴും ഓഡ് തന്നെ കിട്ടണം. ആൻസർ ഈസ് റോങ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ദാറ്റ് മീൻസ് എന്താണ്? ഓപ്ഷൻ ബി, only statement 1 ഈസ് കറക്റ്റ്. only statement 1 ഈസ് കറക്റ്റ്. അതാണ് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്താണ്? only statement 1 ഈസ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ? യെസ്, നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ 8ലേക്ക് പോകാം അല്ലേ? ക്വസ്റ്റ്യൻ 8 നോക്കിയേ. If x minus y is 7, then which of the following must be true? ഏതൊക്കെ ട്രൂ ആകാം? എന്തൊക്കെ തന്നിട്ടുണ്ട്? Both x and y must be positive. If x is positive, y must be negative. If x is negative, y must be positive. If x is negative, y must be negative. ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ? നമ്മൾ വായിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നാം. യെസ്, കൺഫ്യൂഷൻ തോന്നാം. കാരണം നമ്മൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ചെക്ക് ചെയ്യണം. ഇതാണ് സീസാറ്റിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷേ ഓപ്ഷൻസ് അത്ര എളുപ്പമല്ല. നമ്മൾ ഈ ഓപ്ഷൻ ഇങ്ങനെ വെരിഫൈ ചെയ്യണം. കുറച്ച് സമയം എടുക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. സോ എക്സ് മൈനസ് വൈ ഈസ് 7. ഓക്കെ, ആൻസർ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ബോത്ത് എക്സ് ആൻഡ് വൈ മസ്റ്റ് ബി പോസിറ്റീവ്. എക്സും വൈയും ഞാൻ പോസിറ്റീവ് എടുത്താൽ മാത്രമേ എനിക്ക് ഈ ആൻസർ കിട്ടുകയുള്ളൂ. അതാണ് ഓപ്ഷൻ 1 പറയുന്നത്. എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ആൻസർ കിട്ടുകയുള്ളൂ എന്നാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിന് ഞാൻ 4 എന്ന് കൊടുത്തു, വൈക്ക് ഞാൻ -3 എന്ന് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടുമോ എന്ന് നോക്കാം. നമുക്ക് ആൻസർ കിട്ടുമോ എന്ന് നോക്കാം. സോ എക്സ് മൈനസ് വൈ എടുക്കാം അല്ലേ? എക്സ് മൈനസ് വൈ. ഞാൻ എക്സിന് 4 കൊടുത്തു, മൈനസ് വൈക്ക് ഞാൻ -3 കൊടുത്തു, വിച്ച് ഈസ് 4 + 3. ആൻസർ എന്ത് കിട്ടി? 7 എന്ന് കിട്ടി അല്ലേ? സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റിയില്ലേ?
ഫസ്റ്റ് ഓപ്ഷനിൽ അവരെന്താ പറഞ്ഞത്? എക്സും വൈയും പോസിറ്റീവായേ പറ്റുള്ളൂ അല്ലേ? ആണോ? അല്ല, വൈക്ക് എനിക്ക് നെഗറ്റീവ് വാല്യൂ കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ആൻസർ കിട്ടി. അതായത് വൈ പോസിറ്റീവ് ആകണമെന്ന് കമ്പൽസറി അല്ല, അതുപോലെ എക്സും പോസിറ്റീവ് ആകണമെന്ന് കമ്പൽസറി അല്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ബോത്ത് ആർ പോസിറ്റീവ്? നോ, ബോത്ത് ആർ നോട്ട് പോസിറ്റീവ്. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദ സൊല്യൂഷൻ. അതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്. എക്സിനും 4ഉം വൈക്ക് -3യും കൊടുത്തു, 7 തന്നെ നമുക്ക് തിരിച്ച് കിട്ടി. സോ എക്സ് ക്യാൻ ബി പോസിറ്റീവ്, വൈ ക്യാൻ ബി നെഗറ്റീവ്. ഫസ്റ്റ് വൺ പോയി. അടുത്തത് നോക്കുക. ഇഫ് എക്സ് ഈസ് പോസിറ്റീവ് വൈ മസ്റ്റ് ബി നെഗറ്റീവ്. എക്സ് പോസിറ്റീവ് ആയാൽ വൈ നെഗറ്റീവ് ആയിരിക്കും. വൈ നെഗറ്റീവ് ആയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എക്സിന് ഞാൻ എന്ത് ചെയ്തു? എക്സിന് ഞാൻ 10 കൊടുത്തു. 10 എക്സിന് എന്ത് കൊടുത്തു? 10 കൊടുത്തു. വൈക്ക് ഞാൻ 3 കൊടുത്തു. വൈക്ക് 3 കൊടുത്തു. ഇനി നമുക്ക് x-y ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? x-y ചെയ്യുമ്പോൾ 10 - 3, അപ്പോഴും എനിക്ക് 7 കിട്ടി. അതായത് എക്സ് പോസിറ്റീവാണ്, എൻ്റെ വൈയും പോസിറ്റീവാണ്. പക്ഷെ ഓപ്ഷനിൽ പറയുന്നത് എന്താ? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 100% വൈ നെഗറ്റീവ് ആയിരിക്കും. ആണോ? അല്ല, എക്സ് പോസിറ്റീവാണ്, നമുക്ക് എന്ത് കിട്ടി? വൈ പോസിറ്റീവ് കിട്ടിയില്ലേ? ആൻസർ തിരിച്ചു കിട്ടിയല്ലോ. ഓപ്ഷൻ 2 ശരിയാണോ? അല്ല, ഓപ്ഷൻ 2ഉം തെറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻ 2നെ നമ്മൾ ഒഴിവാക്കി. ഇനി ഓപ്ഷൻ 3യിലേക്ക് വരാം. ഇഫ് എക്സ് ഈസ് നെഗറ്റീവ് വൈ മസ്റ്റ് ബി പോസിറ്റീവ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ വൈ പോസിറ്റീവ് ആയിരിക്കണം. ചെക്ക് ചെയ്യാം. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ വൈ പോസിറ്റീവ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിന് -3 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ വൈക്ക് -10 എന്ന് കൊടുത്തു. എക്സിന് എന്ത് കൊടുത്തു? -3, വൈക്ക് -10. ഇനി x-y ഒന്ന് ചെയ്യാം അല്ലേ? x-y ചെയ്യുമ്പം -3 - -10 എനിക്ക് എന്ത് കിട്ടി? -3 + 10 7 എന്ന് കിട്ടി. -3 + 10 7 എന്ന് കിട്ടി. അതിനർത്ഥം എനിക്ക് എക്സ് നെഗറ്റീവ് ആകുമ്പം വൈ നെഗറ്റീവ് ആയാൽ ആൻസർ കിട്ടും. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ വൈ നെഗറ്റീവ് ആയാൽ ആൻസർ കിട്ടും. ദാറ്റ് മീൻസ് ഇഫ് എക്സ് ഈസ് നെഗറ്റീവ് വൈ മസ്റ്റ് ബി പോസിറ്റീവ്. ഈ മസ്റ്റ് എന്നുള്ള വാക്കാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? യെസ്, എന്ത്? മസ്റ്റ്. ഇപ്പം ക്യാൻ എന്നായിരുന്നെങ്കിൽ എനിക്ക് ആ ഓപ്ഷൻ കറക്റ്റ് ആക്കാമായിരുന്നു. ക്യാൻ വെച്ച് എനിക്ക് പറയാം യെസ് ട്രൂ, എന്താണ്? ട്രൂ ആണെന്ന് വേണേൽ പറയാം, ക്യാൻ. പക്ഷേ ഇവിടെ മസ്റ്റാണ്, ഈ മസ്റ്റ് കീവേഡ്. സോ ഉറപ്പായിട്ടും വൈ പോസിറ്റീവ് ആയിരിക്കും. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും വൈ പോസിറ്റീവ് ആയിരിക്കും. നോ, തെറ്റിപ്പോയി അല്ലേ? ആ ഓപ്ഷനും തെറ്റി. 3 ഓപ്ഷൻ തെറ്റി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇനി അടുത്ത ചെയ്യണോ? വേണ്ട, ഓപ്ഷൻ ഡി എന്നങ്ങ് കൊടുക്കാം അല്ലേ? 4ാമത്തെ ഓപ്ഷൻ ശരിയായിരിക്കും. ഇനി 4ാമത്തെ ഓപ്ഷൻ വെരിഫൈ ചെയ്താലോ? ചിലപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇട്ടെങ്കിലോ? അറിയണ്ടേ അത് ശരിയാണോ എന്ന്? എങ്ങനെ അറിയാം? എക്സ് നെഗറ്റീവ് ആണെങ്കിൽ വൈയും നെഗറ്റീവ് ആകണം. കാരണം ഞാനിപ്പോൾ എക്സിന് നെഗറ്റീവ് കൊടുത്താൽ വൈ ഞാനിപ്പോൾ പോസിറ്റീവ് എടുത്തെന്ന് വെച്ചോ, വൈ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടുന്ന ആൻസർ എപ്പോഴും നെഗറ്റീവേ കിട്ടുള്ളൂ അല്ലേ? എക്സ് നെഗറ്റീവ്, വൈക്ക് ഞാനൊരു പോസിറ്റീവ് വാല്യൂവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ അതിനർത്ഥം ഞാൻ എക്സ് ഞാൻ നെഗറ്റീവാണ് എടുക്കുന്നതെങ്കിൽ വൈയും നെഗറ്റീവ് ആകണം. കാരണം വൈ നെഗറ്റീവ് ആകാനുള്ള കാരണം എന്താ? ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്. ഈ മൈനസും ഈ നെഗറ്റീവിൻ്റെ മൈനസും കൂടെ ചേർന്ന് അതെന്തായി പോവും? പ്ലസ് ആയി പോവും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇഫ് എക്സ് ഈസ് നെഗറ്റീവ് വൈ മസ്റ്റ് ബി നെഗറ്റീവ്. വൈ എന്തായിരിക്കണം? നെഗറ്റീവായേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ മസ്റ്റിന് പകരം ക്യാൻ ആണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, സെക്കൻഡ് ഓപ്ഷൻ ശരിയാണ്, 4th ഓപ്ഷൻ ശരിയാണ്, 3rd ഓപ്ഷൻ തെറ്റാണ്. എനിക്ക് ക്യാനിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 3rd ഓപ്ഷൻ കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഇഫ് എക്സ് ഈസ് നെഗറ്റീവ് വൈ മസ്റ്റ് ബി നെഗറ്റീവ്. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, സോ ദിസ് ഈസ് ദ തിങ്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് തോന്നുന്നില്ല വേറെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. വേറെ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ഒരു നമ്പറിലേക്ക് വരാം. ഇത് 2020 UPSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ നമ്പർ ആരാണ്? ലെറ്റ് PQR and S be a natural number. ഓക്കെ,
p minus 2016 നമുക്ക് ഇവിടെ എഴുതാം p minus 2016 is equal to q plus 2017 is equal to r minus 2018 is equal to s plus 2019. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യം ഇവരെ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യും. ഈക്വൽ ടു ആണല്ലോ, അപ്പം എനിക്ക് കമ്പയർ ചെയ്യാമല്ലോ അല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവരെ രണ്ടുപേരോടെ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്ന ടൈമിൽ നോക്കിയേ, p minus 2016 is equal to q plus 2017. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ -2016 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ അതെന്താകും, പ്ലസ് ആകും. സോ ഐ ക്യാൻ റൈറ്റ് p is equal to q plus 2017 plus 2018. എനിക്ക് എന്ത് കിട്ടും, p is equal to q plus 4035 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് p എന്താണ്, ക്യൂവിനെക്കാട്ടിലും വലുതാണ് അല്ലേ. കാരണം ക്യൂവിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു, 4035 ആഡ് ചെയ്തു. 4035 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലേ, ഇപ്പോൾ ഒന്നാണെങ്കിൽ പോലും p is equal to q plus 1 എന്ന് എഴുതിയാൽ പോലും അതിനർത്ഥം p എന്താണ്, ക്യൂവിനെക്കാട്ടിലും വലുതായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്തു, അവസാനത്തെ രണ്ടെണ്ണം എടുക്കുന്നു. ഐ എം ഗോയിങ് ടു കൺസിഡർ r minus 2018 ആൻഡ് s plus 2019. ഞാൻ എന്ത് ചെയ്യുന്നു, r minus 2018 ആൻഡ് s plus 2019 ഇതിനകത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, r is equal to s അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 2019 plus 2018 r എന്ത് കിട്ടും, s plus 2037. അതിനർത്ഥം r ഈസ് ഗ്രേറ്റർ ദാൻ s എന്ന് കിട്ടി. r എസിനെക്കാട്ടിലും വലുതാണെന്ന് കിട്ടി. അപ്പം s അല്ല എന്ന് മനസ്സിലായി, ക്യൂവും അല്ല എന്ന് മനസ്സിലായി. അതിനർത്ഥം ഒന്നുകിൽ അത് r ആകാം അല്ലെങ്കിൽ അത് p ആകാം. നമുക്ക് എന്ത് ചെയ്യാം, അവരെ രണ്ടുപേരും കൂടി ഇക്വേറ്റ് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് r minus 2018 is equal to p minus 2016. ഒന്നുകിൽ r അല്ലെങ്കിൽ p ആകുള്ളൂ, വേറെ ആരും എന്തായാലും ആകാൻ പോകുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ അവരെ നോക്കിയാൽ പോരെ, അവരെ മാത്രം നോക്കിയാൽ മതി. നൗ r ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യുന്നു, -2018 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, p minus 2016 plus 2018. എനിക്ക് r ഈസ് ഈക്വൽ ടു നോക്കിയേ, 2018 മൈനസ് 2016 എനിക്ക് എന്ത് കിട്ടും, p plus 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു p plus 2. r എന്താണ്, p യെക്കാളും 2 കൂടുതലാണ്, വിച്ച് ഇംപ്ലൈസ് r ഈസ് ഗ്രേറ്റർ ദാൻ p. അപ്പോൾ ആരാണ് ഏറ്റവും വലുത്, r ആണ് ഏറ്റവും വലുത്. സോ ഇതിനകത്ത് നമുക്ക് ഏത് ഓപ്ഷനിൽ പോകാം, ഓപ്ഷൻ സി, r ആണ് എന്ത്, ഏറ്റവും വലുത്. സോ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. ഫസ്റ്റ് 2 കമ്പയർ ചെയ്യുന്നു, ലാസ്റ്റ് 2 കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 പേരെ നമ്മൾ ഒഴിവാക്കി. ക്യൂവിനെ ഒഴിവാക്കി കാരണം p ക്യൂവിനേക്കാളും വലുതാന്ന് കിട്ടി. എസിനെ ഒഴിവാക്കി കാരണം r എസിനേക്കാളും വലുതാന്ന് കിട്ടി. അതിനർത്ഥം ഒന്നെങ്കിൽ r ആകാം അല്ലെങ്കിൽ p ആകാം വലുത്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, നേരെ കൊണ്ട് ഇക്വേഷനിലേക്ക് കൊടുക്കുക. ആറും പിയും കൂടെ കമ്പയർ ചെയ്തു. ആറും പിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, r p യെക്കാളും വലുതാണെന്ന് കിട്ടി. ഞാൻ ആറും ക്യൂവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. എന്താണ് കാരണം, ഓൾറെഡി p ക്യൂവിനേക്കാളും വലുതല്ലേ. ഓൾറെഡി p ക്യൂവിനേക്കാളും വലുതാണ്. p ക്യൂവിനേക്കാളും വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി r ക്യൂവിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ഞാൻ ആറും ക്യൂവും ചെക്ക് ചെയ്യാത്തത്. ആറും ക്യൂ എന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല, കാരണം p ക്യൂവിനേക്കാളും ഓട്ടോമാറ്റിക്കലി വലുതാണ്. ഇപ്പം r p യെക്കാളും വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി r ക്യൂവിനേക്കാട്ടിലും വലുതായിരിക്കും. Okay, so that's all about today's session. Okay, I hope everyone enjoyed and understood the concept. Thank you all.